ചങ്ങാതിമാരെ അങ്ങനെ നമ്മൾ ചൂണ്ടിടാൻ വന്നേക്കാണ്. ഓസ്ട്രേലിയയിൽ വാണാമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചൂണ്ടിടുന്നത്. അങ്ങനെ നമുക്ക് 1 മണിക്കൂറിലെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു മീനടിച്ചു. അത്യാവശ്യം വലിയ ഒരു മീനാണ്. ഓസ്ട്രേലിയൻ സാൽമൺ തന്നെയാണ്. നമുക്ക് മുകളിൽ നിന്ന് കിടന്ന് ചാടും. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് വലിച്ചു കയറ്റാനുള്ള ഇതിലാണ്. കാരണം നമ്മൾ മുകളിലേക്ക് വലിച്ചു കയറ്റി ചിലപ്പോൾ ഇത് വിട്ടുപോകും. കാരണം 10 അടിയോളം താഴ്ചയുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ചുണ്ടത്താണ് ഈ ഹുക്ക് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു നോക്കിയാണ്ട് വലിച്ചില്ലെങ്കിൽ മീൻ പോവും. അടിയിൽ കല്ലുകളുണ്ട്. അപ്പോൾ കല്ലിലും പെടാണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ താഴത്ത് ഇതിൻ്റെ അടിയിൽ തൊട്ട് താഴത്ത് വേറൊരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പൊക്കിയിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ കയറ്റാമെന്ന് വിചാരിച്ചു. താഴെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചൂണ്ട ഒരു കയ്യിലേക്ക് കൊടുക്കാം. ഇത്തിരി സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പൊക്കിയെടുക്കുകയാണ്. ഇതൊരു 2 കിലോൻ്റെ അടുത്തുള്ള മീനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ അകലെ നിന്നാണ് എൻ്റെ കൂട്ടുകാരൻ ഇത് റെക്കോർഡ് ചെയ്യണേ. അത്യാവശ്യം വലിപ്പമുള്ളൊരു മീനാണ്. നല്ല വെയിറ്റുള്ള മീനാണ്. നല്ല മാംസമുള്ള മീനാണ്. നല്ല വെയിറ്റുള്ള മീനാണത്. അധികം നീളം തോന്നിയില്ലെങ്കിൽ നല്ല വെയിറ്റുള്ള ഒരു മീനാണ് ഇത്. ഒരു 47 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് നീളമുണ്ടായിരുന്നു. നല്ല മാംസമുള്ള മീനാണ്. നമുക്ക് ഒരു ചെറുതും കൂടി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി നല്ല ഫ്രഷായിട്ട് അപ്പോൾ തന്നെ വന്ന് ക്ലീൻ ചെയ്ത് ഒരു മീൻ കറിക്കുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഇഞ്ചി, പച്ചമുളക്, സവോള, കുറച്ച് പുളിയുള്ള മാങ്ങ, വേപ്പില, പിന്നെ വെളിച്ചെണ്ണയാണ് വെള്ള കളറിലിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീനും കൂടി ചേർത്ത് നല്ല തിരുമ്മി വെച്ചു. അതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു. ആവശ്യത്തിന് മീൻ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് കൊച്ചുള്ളി, സവോള ഇട്ട് വേപ്പിലിട്ട് നമ്മൾ മുളകിട്ട് നമ്മൾ താളിച്ചെടുത്തു. അങ്ങനെ മീൻകറി റെഡി. നല്ല ഫ്രഷ് മീൻകറി.